പ്രിയപ്പെട്ടവരെ, കലാസംഘം മീഡിയയുടെ ഉള്ളത് പറയുമ്പോൾ എന്ന പ്രോഗ്രാം സ്വീകരിച്ചവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു പരിപാടിയിലേക്ക് പ്രവേശിക്കുന്നു. കിട്ടിയ ജന്മം സർഗാത്മക പ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ച് പുറം ലോകം അറിയപ്പെടാതെ പോയ വേറിട്ട ചില പ്രതിഭകൾ, അവരെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് അരങ്ങിലെ താരം എന്ന ഈ പരിപാടിയിൽ ആദ്യം അവതരിപ്പിക്കുന്നത് തനിയാവർത്തനം കിരീടം, അമരം ഭരതം ദശരഥം കമലദളം, മഹായാനം മൃഗയ ഭൂതക്കണ്ണാടി ജോക്കർ, കസ്തൂരിമാൻ. നമ്മൾ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും എക്കാലവുമുള്ള ജീവിതഗന്ധിയായ ചലച്ചിത്രങ്ങൾ. ആ സിനിമകളുടെയൊക്കെ തിരക്കഥാകൃത്തായ ലോഹിതദാസ് സാറിന്റെ ആദ്യ രചന ഒരു നാടകമായിരുന്നു. ഏകാദശി നോറ്റ കാക്ക എന്ന ആ നാടകവുമായി അദ്ദേഹം കായംകുളത്ത് KPACയുടെ ഓഫീസിൽ ചെന്ന് തോപ്പിൽ ഭാസി സാറിനെ കാണുന്നു. ജാതിമത ചിന്തകൾക്കെതിരെയുള്ള ആ നാടകം തോപ്പിൽ ഭാസി സാറിന് ഇഷ്ടമാവുകയും ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പക്ഷേ KPACക്ക് ആ നാടകം എടുക്കാൻ പറ്റിയില്ല. തിരികെ ചാലക്കുടിയിലേക്ക് പോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന നാടക സുഹൃത്ത് പറഞ്ഞു, തൻ്റെ കൂട്ടുകാരൊക്കെ അഭിനയിക്കുന്ന ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ ചേർത്തലയിൽ നടക്കുകയാണ്, അവിടെ ഒന്നിറങ്ങാം. ആ ക്യാമ്പിൽ ചെല്ലുമ്പോൾ അറിയുന്നത് അവർക്ക് അവതരിപ്പിക്കാൻ നാടകം ശരിയായിട്ടില്ല. അങ്ങനെ ലോഹിതദാസ് സാറിൻ്റെ ഈ നാടകം അവർ വായിക്കുകയും അവർക്കത് ഇഷ്ടപ്പെടുകയും സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്ന പേരിൽ ആ നാടകം, ആ സമിതി, അതായത് ചേർത്തല തപസ്യ വേദികളിൽ വിജയമാക്കുകയും ചെയ്തു. ആ വർഷത്തെ ഏറ്റവും മികച്ച നാടക രചനയ്ക്കുള്ള അവാർഡ് ഈ നാടകത്തിനായിരുന്നു. ഈ നാടകമാണ് 1992 ആധാരം എന്ന പേരിൽ ചലച്ചിത്രമായത്. അതിലെ നായിക കഥാപാത്രമായ ഓപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നടി ഗീതയിലൂടെ. ആ ഓപ്പോൾ എന്ന കഥാപാത്രത്തിന് ആദ്യമായി ജീവനേകിയ കലാകാരിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ലോഹിതദാസിന്റെ ആദ്യ നായിക, കൊല്ലം മങ്ങാട് സ്വദേശിനി ശ്രീമതി തങ്കം ജോസ്. മഞ്ജു വാര്യർ, മീര ജാസ്മിൻ, ബിന്ദു പണിക്കർ, ഭാമ, അങ്ങനെ ഒട്ടനവധി മികച്ച അഭിനേത്രികളെ മലയാള ചലച്ചിത്രവേദിക്ക് സംഭാവന ചെയ്ത അതുല്യ പ്രതിഭയായ ലോഹിതദാസ്, അദ്ദേഹത്തിൻ്റെ ആദ്യ സൃഷ്ടിയിലെ നായികയായി അഭിനയിച്ച കലാകാരി ഇപ്പോൾ കൂടെയുണ്ട്. സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ വേളയിലും മറ്റുമൊക്കെയായി ലോഹിതദാസ് സാറുമായിട്ടുള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കൂ. ലോഹിതദാസിന് എന്നെ കണ്ടപ്പോഴേ ഇഷ്ടമായി, എൻ്റെ അഭിനയം ഇഷ്ടമായി. പിന്നെ അങ്ങനെ വേഷം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. അപ്പം എന്നോട് പൂർണ്ണമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ എൻ്റെ കൂടെ സഹകരിച്ച് സിനിമയിൽ പോയപ്പോൾ എന്നെ കൊണ്ടുപോകും, പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ എന്ന് എനിക്ക് വാക്കും തന്നിട്ട് പോയി. മികച്ച നാടകരചനയ്ക്കുള്ള അവാർഡ് ലോഹിത് സാറിന് കിട്ടിയില്ല. ആ നാടകത്തിലൂടെ കിട്ടി. സംസ്ഥാന ഗവൺമെന്റ് 5 അവാർഡ് കിട്ടി. ഇങ്ങനെ ഒരു പുതിയ നാടക രചയിതാവ് എത്തുമ്പോൾ ഈ എഴുത്തുകാരൻ ഇത്ര ഉയരങ്ങളിലേക്ക് പോകുമോ എന്ന് നിങ്ങൾ ആരെങ്കിലും അന്ന് കരുതിയിരുന്നു? നാടകത്തിൽ നിന്ന് സിനിമയിലോട്ട് പോയപ്പം രക്ഷപ്പെടും എന്ന് തന്നെ എനിക്ക് തീരുമാനമുണ്ടായിരുന്നു. ഞാൻ അതിനു വേണ്ടി എനിക്കും രക്ഷപ്പെടാമല്ലോ, എന്നെയും കൊണ്ടുപോകുമല്ലോ, അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ സാറ് രക്ഷപ്പെട്ടു. പിന്നീട് നിങ്ങളൊക്കെ കാണുന്നത് തനിയാവർത്തനം, കിരീടം, അമരം, ഭരതം, ഇങ്ങനെ ഹിറ്റ് ചിത്രങ്ങൾ. അപ്പോഴൊക്കെ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല? ഇല്ല. എനിക്ക് നാടകം ഇഷ്ടം പോലെ ഉണ്ട്.
അതുകൊണ്ട് അതായത് ഞാൻ ശ്രമിച്ചില്ല, നാടക ഫീൽഡിൽ തന്നെ പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് സിനിമയിൽ തിരക്കുള്ളത് പോലെ തന്നെ നമുക്കുണ്ട് എനിക്കും തിരക്ക്. തിരക്കായിരുന്നു. തങ്കം ചേച്ചി കലാരംഗത്ത്, നാടകരംഗത്ത് കടന്നു വരാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ? എൻ്റെ ഹസ്ബൻഡ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പോളിടെക്നിക്കിൽ. അപ്പോൾ അവരുടെ കോളേജിൻ്റെ വാർഷികത്തിന് നാടക റിഹേഴ്സൽ നടക്കുമ്പോൾ എനിക്ക് നാടകം എന്താണെന്നോ റിഹേഴ്സൽ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ആ ഫീൽഡിൽ ഞാൻ അതുവരെ പോയിട്ടേ ഇല്ല. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൂരിലുള്ള ഒരു നടി, ലത്തീഷ എന്ന് പേരുള്ള നടിയാണ് പിന്നെ നാടകത്തിൽ, ഈ കോളേജിൻ്റെ വാർഷികത്തിൻ്റെ അടുത്ത നാടകത്തിൽ അഭിനയിക്കുന്നത്. സമയത്ത് ഈ സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് കോളേജിൻ്റെ വാർഷികത്തിന് അവർ വന്നില്ല. ഞാൻ അവിടെ ഇരുന്ന് ഈ നാടകങ്ങൾ കളിക്കുന്നതും എടുക്കുന്നതും എല്ലാം നോക്കിയിരുന്നു. അവരുടെ അഭാവത്തിൽ ആ വേഷം ഞാൻ ചെയ്യേണ്ടി വന്നു തലശ്ശേരിയിൽ. അങ്ങനെയാണ് എനിക്ക്, അപ്പം കാണികൾ വന്ന് ആ വേഷം എടുത്ത കുട്ടിയെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പേര് മാറ്റിയാണ് അവരോട് പറഞ്ഞത്. പറഞ്ഞ് അവർ കാണാൻ വന്ന് ഷെയ്ക്കാൻ്റെ തന്നു, നന്നായിരുന്നു എന്ന് പറഞ്ഞ് പോകുന്നു. അപ്പം എനിക്ക് തോന്നി നാടകം കളിച്ചാൽ കൊള്ളാമല്ലോ, ഇനി പുള്ളി സമ്മതിക്കാതെ എനിക്ക് കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് സിനിമ പിടിക്കാൻ പോയത്. സിനിമയുടെ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു 5 രൂപ പോലും എടുക്കാനില്ലാതെയാണ് മദ്രാസിൽ നിന്ന് കൊല്ലത്ത് വരുന്നത്. അപ്പോൾ എന്നെ അവിടെ തലശ്ശേരി ഇട്ടിട്ട് പോയപ്പം എൻ്റെ വീട്ടുകാർ വന്ന് എന്നെ കൊല്ലത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ ഞാൻ അങ്ങനെ കൊല്ലത്ത് നിന്ന് അസീസിയിൽ പോസ്റ്റിനച്ഛൻ അവിടെ ഒരു നടി വരാതിരുന്നപ്പോൾ എന്നെ വിളിപ്പിച്ച് എന്നെ കൊണ്ടുപോയി. അങ്ങനെ പിന്നെ പ്രൊഫഷണൽ നാടകം അസീസിയാണ് എൻ്റെ തുടക്കം. ചേച്ചിയുടെ ഭർത്താവ് ഈ ചലച്ചിത്ര നിർമ്മാണ രംഗത്ത് ഉണ്ടായിരുന്നല്ലോ. അതെ, ആ കാര്യങ്ങളൊക്കെ പുള്ളി ഒരു പ്രൊഡ്യൂസർ വന്ന് കണ്ടിട്ട് ഒരു വേഷം ചെയ്യാൻ മദ്രാസിലേക്ക് വിളിപ്പിച്ചു സിനിമയിൽ. അയാളുടെ പേര് ദേവു എന്നങ്ങണ്ട, PN ദേവു അങ്ങനെ കണ്ട. അങ്ങനെ സിനിമയ്ക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കുറേ സ്റ്റില്ലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഈ പടം അയാൾക്ക് അണ്ടർടേക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കോളേജിൽ വരുമ്പോൾ നാണക്കേടല്ലേ എന്ന് പറഞ്ഞ് പുള്ളി അത് അണ്ടർടേക്ക് ചെയ്തു ആ പടത്തിനകത്ത്. അപ്പം സത്യൻ എന്നും പുള്ളിയും കൂടെ വളരെ സ്നേഹിതരാണ്. അടുത്ത കേരളത്തിൽ വന്ന സത്യൻ എവിടെ വരുന്നോ അവിടെ പുള്ളി പോകും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ സത്യൻ സാറാണ് ആ വേഷം അവിടെ അഭിനയിച്ചുകൊണ്ടിരുന്നത്. സുഖമില്ലാതായി ആ പടവും അണ്ടർടേക്ക് ചെയ്ത് പുള്ളി ഒരു ആ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. അപ്പോൾ സത്യൻ സാറിന് സീരിയസ് ആകുന്നവരെ അനുഭവങ്ങൾ പാളിച്ചകളും നമ്മുടെ പടവും ഒരേ സ്റ്റുഡിയോയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക സ്പീഡിനായി. അങ്ങനെ ഒരു 1500 അടി എടുക്കണം പടം തീരെ. സത്യനുള്ള ഇതാ എടുത്തുകൊണ്ടിരിക്കുന്നത്. 1500 അടി എടുക്കാൻ ബാക്കി നിൽക്കേ സത്യൻ സാറ് മരിക്കുന്നു. അങ്ങനെയാണ്, ഷീലയാണ് മെയിൻ, സത്യൻ ഷീല. രവിചന്ദ്ര മലയാളത്തിൽ ഈ പടത്തിൽ അഭിനയിക്കാൻ വരികയും ഷീലയായിട്ട് അടുപ്പമാകുകയും അയാൾ കല്യാണം കഴിക്കുകയും ചെയ്തു. ആ പടം റിലീസായി. പക്ഷേ അനുഭവങ്ങൾ പാളിച്ചകളും ഈ പടവും രണ്ടും അത് ഭയങ്കരമായിട്ട് ഓടുന്നു. നമ്മുടെ പടം B ക്ലാസ്സിൽ ഇങ്ങനെ ഓടി. 5 പൈസയും ഈ പടത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതും എങ്ങനെ, അതിൻ്റെ ഒരു വിവരവും എനിക്കറിയത്തില്ല, ഇപ്പം വരെ അറിയത്തില്ല. അതിൻ്റെ പുറകിന് പിന്നെ ഞാൻ പോയില്ല, തിരക്കിയതുമില്ല. ഇങ്ങനെ ശശികുമാർ സാർ വന്നപ്പോൾ ഞാൻ ആ സൂര്യനിൽ അഭിനയിക്കുന്ന സമയത്ത് ശശികുമാർ സാറ് സംവിധായകനായിരുന്നു ആ സൂര്യനിൽ. അങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് സാറിനോട് ഞാൻ ഈ ചരിത്രം പറഞ്ഞു ആ പാട്ടിൻ്റെങ്കിലും പൈസ എന്തെങ്കിലും കിട്ടിയാൽ അന്ന് എനിക്ക് കുഞ്ഞുങ്ങൾ 3 എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. വീട്ടുകാർ
സാറിൻ്റെ വീട്ടുകാരും എല്ലാം ഭയങ്കര പ്രതിഷേധമായിരുന്നു. എന്നെയും കുഞ്ഞുങ്ങളെ അടുപ്പിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ സത്യൻ്റെ പേരിൽ സത്യനാശം എന്നും പറഞ്ഞ് ഇവിടെ വന്ന് നാടക ട്രൂപ്പ് തുടങ്ങി. ആ നാടകത്തിൽ ഞാൻ അഭിനയിക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അസീസിൽ ശാന്ത ചേച്ചി തിരുവനന്തപുരത്ത് അവർ പെട്ടെന്ന് സുഖമില്ലാതാകുകയും പോസ്റ്റിന് ചെന്ന് എന്നെ ജോസഫ് ഒന്ന് വിട്ടു തരുമെന്ന് ചോദിക്കുകയും എന്നെ വിടുകയും അങ്ങനെയാണ് ഞാൻ അസീസിയിലാണ് തുടക്കം. ലോഹിതദാസ് സാറിൻ്റെ ആദ്യത്തെ നായിക തങ്കം ജോസ് ചേച്ചിക്ക് പറയാൻ കുറച്ച് സിനിമ വിശേഷങ്ങളും ഉണ്ട്.